എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റാഗി സ്മൂത്തിയാണ്. ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാനും പറ്റിയ ഒന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്കും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാനും വളരെ തന്നെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ വയറ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും രാത്രിത്തെ ഭക്ഷണം ഒഴിവാക്കി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ ലൈക്കിൽ തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഹെൽത്തി സ്മൂത്തി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 3 സ്പൂൺ അളവിൽ റാഗി പൗഡർ എടുക്കാം. നിങ്ങൾക്കിപ്പോൾ റാഗി പൗഡറിന് പകരമായിട്ട് റാഗി വെള്ളത്തിൽ കുതിർത്തി അരച്ചെടുത്താലും മതിയാകും. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടി നല്ലവണ്ണം തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ റാഗി പൊടിയൊക്കെ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഒരു ദിവസത്തെ വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. ഒരുപാട് നേരമൊന്നും വെയിലത്ത് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം രാവിലെ വെയിലത്തേക്ക് വാരിയിടുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി പൗഡർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റാഗി പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊടി ഉണ്ടാക്കുന്ന വിധവും കാണിച്ചു തരാം. ഇനി നമ്മുടെ വീടുകളിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഇതിൽ ധാരാളം ഉമ്മി ഉണ്ടാകും. നമ്മൾ അരിച്ചെടുത്താലും ഉമ്മിയുടെ അളവ് കൂടുതലായിരിക്കും. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ ഒരു റാഗിയുടെ ഉമ്മിയൊന്നും നമുക്ക് നഷ്ടമാകും. നമ്മൾ ഈ ഉമ്മി കൂടെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനുള്ള പോഷകങ്ങൾ കിട്ടുന്നത്. ഇനിയിപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പൊടി ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം റാഗി ബാറ്റർ നമുക്ക് ഈ പാനിലേക്ക് ചേർക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ബൗള് കഴിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. പൊടി നല്ല കട്ടിയായിട്ട് വരണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. രാത്രിയൊക്കെ ഡയറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ രാത്രിയിലെ ഭക്ഷണമൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് ഈ ഒരു സ്മൂത്തി തയ്യാറാക്കി കുടിച്ചാലും മതിയാകും. റാഗിയില് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് പോഷകങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ വണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇനിയിപ്പോൾ ഡയബറ്റിക്കും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കും റാഗി ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് വളരെ തന്നെ നല്ലതാണ്. നിങ്ങളുടെ ഷുഗറിന്റെ അളവ് കുറയ്ക്കാനും സാധിക്കും കേട്ടോ. രാത്രിയിൽ ഭക്ഷണം ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ പ്രമേഹ സാധ്യത വളരെ തന്നെ കുറക്കാൻ സാധിക്കും. അതുപോലെ പ്രഷർ ഉള്ള ആൾക്കാർക്കും വളരെ തന്നെ നല്ലതാണ്. നമുക്ക് രാവിലെ ഇപ്പോൾ നല്ല ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളമെല്ലാം കുടിക്കുന്ന സമയത്തും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കുടിക്കാൻ സാധിക്കും. നല്ലതായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ വേവിച്ചെടുക്കുന്ന ഈ ഒരു റാഗിയിലേക്ക് അല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി ഒന്ന് കുറുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ തിളച്ച് കട്ടിയായി വരണം. അതുവരെയാണ് നമുക്ക് ഇളക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ റാഗി നല്ലോണം തന്നെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. റാഗി എടുക്കുമ്പോൾ ഇതുപോലെ അല്പം ലൂസായിട്ട് കുറുക്കിയെടുക്കുവാണെങ്കിൽ നമ്മൾ സ്മൂത്തി തയ്യാറാക്കുമ്പോൾ വളരെ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള റാഗി നമുക്ക് ചൂടാറി വരാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് എടുത്തു വെക്കാം. റാഗി ഇപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് നമ്മൾ കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറി വരട്ടെ. ഇനി ഒരു മണ്ണിന്റെ പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 250 മില്ലി അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തൈര് ചേർക്കാം. ഇനി നമുക്ക് ഈ തൈര് നല്ലതുപോലെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. തൈരിന്റെ കട്ടകളെല്ലാം ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും കൊച്ചുള്ളിയുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു പകുതിയോളം നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി വേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള റാഗിയുടെ ചൂടാറി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ അളവിൽ ചേർക്കാം. നമുക്ക് എത്ര ഗ്ലാസ് ആണോ ആവശ്യം ആ ഒരു അളവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കിയാൽ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അപ്പം അതുവരെയും നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാനാണെങ്കിൽ ഐസ് ചേർക്കാം. ഞാനിപ്പോൾ ഐസ് ചേർക്കുന്നില്ല, സാധാരണ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം.
വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ റാഗി കുറുക്കിയെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. ഇവിടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. മല്ലിയില ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇനി നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി ഇവിടെ റെഡിയാണ്. ഈ ഒരു ചൂട് കാലത്ത് ഇതുപോലൊരു ഹെൽത്തി റെസിപ്പി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.